അവന്റെ മനസ്സിൽ സംശയമുണ്ട്. അതവൻ തെളിയിക്കുക തന്നെ ചെയ്യും. ഇതൊരു തീയ, എല്ലാം കത്തിച്ച് ഭസ്മമാക്കാൻ കഴിവുള്ള തീ. എനിക്കൊരു കാര്യം അറിയാനുണ്ട്. നീ വഴക്കിന് നടക്കുകയാണല്ലേ? അന്ന് ഫാദേഴ്സ് ഡേക്ക് നീ അച്ഛനാണെന്നും പറഞ്ഞ് ആരെയാ കൊണ്ടുവന്നേ? അച്ഛനെ തന്നെ. ഏയ്, അത് നിന്റെ അച്ഛനൊന്നും അല്ല, ഏതോ ഓട്ടക്കാരനാ. ഓട്ടക്കാരനോ? ആ, ഈ മത്സരത്തിനൊക്കെ ഓടാൻ പോയില്ലേ, അവരെ വാടകയ്ക്ക് വിളിച്ചോണ്ടല്ലേ നീ വന്നത്. എന്റെ അച്ഛനെ തോൽപ്പിക്കാനാ കൊണ്ടുവന്നത്. നിന്റെ അച്ഛൻ ശരിക്കും ഓടാനിട്ടാ തോറ്റുപോയത്. അതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? സത്യം പറ, നിനക്ക് സ്വന്തമായിട്ട് അച്ഛനുണ്ടോ? എന്താണോ നിനക്ക് വേണ്ടത്? നീ കുറെ ദിവസമായി സത്യയുടെ പുറകെ നടന്ന് അവളെ കളിയാക്കുന്നു. ഇനി കളിയാക്കിയാലുണ്ടല്ലോ നീ എന്ത് ചെയ്യും? ഇവക്ക് സ്വന്തമായിട്ട് അച്ഛനില്ലെന്ന് എനിക്കറിയാം. ഇല്ലെങ്കിൽ ഇതുവരെ വരാത്തൊരച്ഛൻ അന്ന് മാത്രം വന്നിരിക്കുന്നു. എന്റെ അച്ഛന് എന്തുമാത്രം സങ്കടം ഉണ്ടായെന്നറിയാവോ? ഇതുവരെ തോക്കാത്ത എന്റെ അച്ഛൻ അന്ന് തോറ്റുപോയി. ഇവൾക്കൊരു അച്ഛനുണ്ട്, അതെനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. പക്ഷേ ഇനി മേലാൽ ഇവളെ അച്ഛനില്ലാത്തവളൊന്നും വല്ലതും വിളിച്ചോണ്ടല്ലോ ഞാൻ വിളിക്കും. ഞാൻ ഇനിയും വിളിക്കും. അച്ഛനില്ലാത്തവളെ, അച്ഛനില്ലാത്തവളെ, വാടകയ്ക്ക് അച്ഛനെ കൊണ്ടുവരുന്നവളെ ഞാൻ ഇനിയും വിളിക്കും. നീ എന്ത് ചെയ്യടി? വേണ്ട, വേണ്ട, ഒന്നും ചെയ്യണ്ട, വേണ്ട, ഒന്നും ചെയ്യണ്ട. മറുപടി പറയേണ്ടത് എച്ചമാണ്. ഇവിടെ കുട്ടികൾ വരുന്നത് പഠിക്കാനാണോ അത് ഗുണ്ടായസം കാണിക്കാനാണോ? എന്താ മിസ്റ്റർ ഹരിദാസ് ഇത്? ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനമല്ലേ? ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണം നീ പറയുന്നത്? ദാ എന്റെ മോന്റെ മുഖത്തേക്ക് നോക്കി. ആ ഇടിയങ്കാനെ കണ്ണി കൊണ്ടിരുന്നെങ്കിലോ എന്റെ കൊച്ചിന്റെ കാഴ്ച നഷ്ടപ്പെടില്ലായിരുന്നോ? ഞാനിപ്പോ ഗുണ്ടായസം എന്ന വാക്ക് പറഞ്ഞ് തെറ്റായിപ്പോയി. പ്രവർത്തിക്കുന്നത് ഒരു കുഴപ്പമില്ല. അതെ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി ഇതിന്റെ പേരിൽ പരസ്പരം വാക്ക് തർക്കം നടത്തിയിട്ട് കാര്യമുണ്ടോ? നടന്നത് എന്താണെന്ന് കുട്ടികളോട് ഇതുവരെ ചോദിച്ചില്ലല്ലോ. ഇവരാണല്ലോ ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്. അപ്പൊ ഇവര് പറയട്ടെ. സത്യഭാമേ, പത്മിനി, രമേശിന്റെ മുഖത്തിടിച്ചത് ആരാ? നിങ്ങളിൽ ആരായി ഇടിച്ചതെന്നാ ചോദിച്ചത്. എന്താ രണ്ടുപേർക്കും മിണ്ടാട്ടോ അല്ലേ? രമേശ് പറയ്, നിനക്കല്ലേ ഇടി കിട്ടിയത്? ആരാ നിന്നെ ഉപദ്രവിച്ചത്? പത്മിനി എന്നെ തല്ലിയത്. ടീച്ചറെ, എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനിയിപ്പോൾ അത് പരിഹരിക്കാൻ എന്താ മാർഗം എന്ന് വെച്ചാൽ അത് മാത്രം പറഞ്ഞാൽ മതി. എന്ത് പരിഹാരമാണ് നിങ്ങൾ ഈ പറയുന്നേ? എന്റെ കൊച്ചിന് മുഖം ഇടിച്ച് പരുവക്കേടാക്കിയിട്ട് ന്യായം പറയുന്നോ? എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും. ഇതിനിടയില് കോടതിയിലും അങ്ങ് എത്തിയോ? സംഭവിക്കാൻ പാടില്ലാത്ത കുട്ടികളിൽ നിന്ന് സംഭവിച്ചു. ഞങ്ങൾക്കതിൽ സങ്കടമുണ്ട്. നിങ്ങളുടെ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. ഇനി അതല്ല, ഹോസ്പിറ്റലിൽ പോകാനുള്ള പണമാണെങ്കിൽ അത് ചെയ്തു തരാനും ഞങ്ങൾ ഒരുക്കോ. എനിക്ക് നിങ്ങളുടെ ആരുടെയും പണം ഒന്നും വേണ്ട. കുറച്ച് പണം കുറവാണെങ്കിലും
അന്തസ്സായിട്ട് ജീവിക്കുന്നവരാ ഞങ്ങള്. എന്നെ അങ്ങനെ വിലക്കെടുക്കാനൊന്നും ഞാൻ ആരെ സമ്മതിക്കില്ല. ഹരിദാസ്, മോൻ എന്തെങ്കിലും മരുന്ന് വാങ്ങിക്കണേന്നേ അമ്മ ചോദിച്ചുള്ളൂ. അതല്ലാതെ സംഭവിച്ചു പോയതിന് ക്ഷമ ചോദിക്കാനേ ഞങ്ങൾക്കിപ്പോ പറ്റൂ. കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു പോയി. ഇത് അബദ്ധമല്ല, കാശിന്റെ അഹങ്കാരം. അതെങ്ങനാ? വീട്ടിലുള്ളവര് മര്യാദ പറഞ്ഞ് പഠിപ്പിച്ചാലല്ലേ കുട്ടികൾ നേരെ ചൊവ്വേ വളരൂ. പോവാരിച്ചറേ, നിങ്ങള് ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കുന്ന പണിഷ്മെന്റ് എന്താന്നാ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളോടൊരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഇനിയെങ്കിലും പിള്ളേരെ മര്യാദയ്ക്ക് വളർത്താൻ നോക്ക്. ഇല്ലെങ്കിലേ എല്ലാം പാഴ്ജന്മങ്ങളായി പോകും. വാ മോനെ. ക്ഷമിക്കണം. ഇനി ഇവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഓ, അതിലൊന്നും കുഴപ്പമില്ല. ഇതൊക്കെ ഉണ്ടാവും. ഇനി ഇത് ആവർത്തിക്കാതെ നോക്കിയാൽ മതി. സ്കൂളിലേക്കെന്നും പറഞ്ഞ് വിഷ്ണുവേട്ടനെയും കൂട്ടി സത്യമ്മ പോയതല്ലാതെ വിവരങ്ങൾ എന്താണെന്ന് പോലും പറഞ്ഞില്ല. അല്ല, സ്കൂളിലേക്ക് തന്നെയാണെന്നാണോ പറഞ്ഞത്? അതെന്നേ, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. എന്നാ പിന്നെ അതൊഴി വേറെ എവിടെയെങ്കിലും പോയതായിരിക്കുന്നേ. അല്ല, ഇന്ന് പേരൻസ് മീറ്റിംഗ് വല്ലതും ആണോ? അതിന് ഞാനല്ലേ അച്ഛാ പോകാറുള്ളത്. അല്ലെങ്കിൽ ഗ്രൂപ്പില് അതൊക്കെ നേരത്തെ വരത്തില്ലേ? ആ, അത് ശരിയാ. ഇനി പപ്പിക്ക് എന്തെങ്കിലും അപകടം, എന്റെ പേടി അതാണച്ചാ. അങ്ങനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലേ വിഷ്ണു ഇതിനോടകം വിളിച്ചേനെ. ഇതിപ്പോ പോയിട്ട് കുറെ നേരം ആയില്ലയോ? അല്ലച്ചാ, ഫോൺ എടുക്കാത്തത് കൊണ്ടാ എനിക്ക് പേടി. അതിനിപ്പം വേറെ എന്തെങ്കിലും അത്യാവശ്യം കാണുമായിരിക്കും. അത് ചിലപ്പോൾ സൈലന്റ് ആയി പോയി കാണും. ഫോൺ വരുന്ന അറിയത്തുമില്ല. ആ, ദാ വന്നല്ലോ. ഇങ്ങ് വാടി ഇവിടെ. നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കുന്നുണ്ട്. എടി, നിന്നോടല്ലേ പറയുന്നത്. മര്യാദ എന്താണെന്ന് പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇങ്ങോട്ട് വാടി, വാടി കൂടെ. നടക്കടി അങ്ങോട്ട്, വാടി ഇങ്ങോട്ട്. വന്നേ, കേറടി ഇങ്ങോട്ട്. എന്താ കാര്യം? നിങ്ങളൊക്കെ വളർത്തി വഷളാക്കിയതാ ഈ കൊച്ചിനെ. HMന്റെ വായിന്ന് നന്നായിട്ട് കേട്ടിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ ഇരുന്ന് ഞാൻ മതി. അവിടെ വെച്ചിട്ട് ഇവിടെ ആശുപത്രി പറഞ്ഞതല്ലേ, അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്ത് മനസ്സിലായിന്നാ? ഇവിടെ അച്ഛന്റെ അമ്മയുടെ മുന്നിലിട്ടാ രണ്ടെണ്ണം പൊട്ടിക്കേണ്ടത്. അതിന് മാത്രം ഞാൻ കേട്ടത് അവിടുന്ന്. സത്യമ്മ എന്താ കാര്യം? അല്ല, എന്താ ഉണ്ടായെന്നെങ്കിലും പറ. എന്തായാലും പറഞ്ഞാലല്ലേ സത്യമേ മനസ്സിലാവുള്ളൂ. ഓ, ഇനി ഞാൻ പറയാനിട്ടാ. ഇവളെ നമ്മൾ ഗുണ്ടയായിട്ട് വളർത്താണെന്ന് ഇവളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെല്ലാം കൂടെ എന്നോട് ചോദിച്ചത്. എന്റെ ഭാമയെ ഇങ്ങനെയുള്ളതും കലൂലേണ്ട കാര്യമൊന്നുമില്ല. എന്താ കാര്യം നീ ഇപ്പോഴും പറയുന്നില്ലല്ലോ. വിഷ്ണു, എന്താ ഉണ്ടായ അവിടെ? അത് പപ്പിമോള് അവിടെ എന്ത് ഗുണ്ടാ പ്രവർത്തനം നടത്തിയെന്നാ ഇവിടെ പറയുന്നേ? എൻ്റെ അച്ഛ, അതൊന്നുമില്ല. കൂടെ പഠിക്കുന്ന ഒരു പയ്യനെ ഇവള് രണ്ടടി വെച്ചു കൊടുത്തു, അത് തന്നെ. വലിയ കാര്യം. ഈ നിസ്സാര കാര്യത്തിലാണോ പാമേ നീ ഇങ്ങനെ മരണപ്രാളം കാണിക്കുന്നത്? നിങ്ങൾക്കിത് നിസ്സാര കാര്യമായിരിക്കും.
ആ അടി കൊണ്ട് പയ്യന്റെ മൂക്കിന്റെ പാലം തകർന്ന് ദേ നിർത്താതെ ചോര വരികയായിരുന്നു. അയ്യോ, ഹോ, ഒരു കണക്കിനാ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. പപ്പി നീ എന്തായി കാണിച്ചേ? മറ്റു കുട്ടികളുമായിട്ട് വഴക്ക് കൂടരുതെന്ന് നമ്മ പറഞ്ഞിട്ടുള്ളതല്ലേ? മോളെന്തിനാ കുട്ടിയെ തല്ലിയത്? നല്ല കുട്ടികളെങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കുവോ? എന്നെ സത്യം കളിയാക്കിയോണ്ടാ ഞാൻ അവനെ അടിച്ചത്. അവളുടെ ഒരു സത്യം. ആ കൊച്ചു കാരണ പപ്പി ഇത്രയും വഷളായത്. അവളുമായി പപ്പി എന്ന് മുതൽ കൂട്ടുകൂടി തുടങ്ങിയോ അന്ന് മുതൽ പപ്പി മോളെ ചീത്തയായതാ. എന്തൊക്കെയാ ഭാമി നീ പറയുന്നേ? ആ കുട്ടി ഇവരെ കളിയാക്കിയതുകൊണ്ടല്ലേ പപ്പി അങ്ങനെ ചെയ്തത്? കുട്ടികളാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചില തല്ലുപിടുത്തങ്ങളൊക്കെ ഉണ്ടാവൂലേ? അതൊക്കെ സ്വാഭാവിക. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയല്ലേ പറയൂ. സത്യം നിങ്ങളുടെ ശാലിനിയുടെ മോളാണല്ലോ. ആ, നിങ്ങൾക്കെല്ലാവർക്കും വലിയ പ്രിയപ്പെട്ടവളാണല്ലോ അവള്. ഡി, സ്വന്തം കൊച്ചു അവളുടെ കൂടെ കൂട്ടുകൂടി ചീത്തയായി പോകുന്നില്ലെന്നും നിനക്ക് യാതൊരു പരാതിയില്ല അല്ലേ? വഴക്ക് കേട്ടത് ഞാനും എന്റെ മോനും ആണല്ലോ. നിങ്ങൾക്കെല്ലാവർക്കും എപ്പോഴും നിങ്ങളുടെ ശാലിനിയാണല്ലോ വലുത്. അമ്മേ മതി നിർത്ത്. ഇത് എന്തിനെങ്ങനെ കിടന്ന് ഒച്ചയിടുന്നേ? ആ പ്രശ്നങ്ങൾ നമ്മൾ അവിടെ വെച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചാണല്ലോ. ഓ അത് ശരി. ഇപ്പൊ എനിക്കായോ കുറ്റം? നിങ്ങളെല്ലാവരും കൂടിയപ്പോ നിങ്ങളെല്ലാവരും അങ്ങ് ഒന്നിച്ചു. അതങ്ങനെയാണല്ലോ. എന്നെ ഇപ്പൊ ആർക്കും കണ്ണി പിടിക്കത്തില്ലല്ലോ. ഭാമേ, നിന്റെ ശത്രു നീ തന്നെ. മറ്റെന്തൊക്കെയോ ഉള്ളിൽ വെച്ചുകൊണ്ടാ നീ പലപ്പോഴും പലതും വിളിച്ചു പറയുന്നതേ. അത് പലരും കേട്ടു നിൽക്കുന്നതേ നിന്നോടുള്ള ഭയഭക്തി ബഹുമാനം കൊണ്ടൊന്നുമല്ല. നിന്നോട് പറഞ്ഞു ജയിക്കാൻ പറ്റാത്തോണ്ടാ. ശരി, ഇനി ഞാൻ ഒന്നും പറയാൻ വരുന്നില്ല. വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും തോന്നിയതുപോലെ അങ്ങ് പോട്ടെ. എനിക്ക് ഒരു കുഴപ്പമില്ല. അവിടെ മാറിക്കിടി. കഷ്ടം. എന്തിനാ മോളെ ആ കുട്ടി ഉപദ്രവിച്ചത്? ആ കുട്ടി കളിയാക്കിയെങ്കിൽ ഏതെങ്കിലും ടീച്ചർമാരോട് പറഞ്ഞാൽ പോരായിരുന്നോ? കളിയാക്കിയത് എന്നല്ല അച്ഛാ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് സത്യയാ. സത്യ എന്നെ പോലെ അല്ലല്ലോ, അവൾ അച്ഛനില്ലാത്ത കുട്ടിയല്ലേ. സത്യയുടെ പിന്നാലെ നടന്നവൻ അച്ഛനില്ലാത്ത കുട്ടിയെന്നും വിഷ്ണു അച്ഛനെ അച്ഛനാക്കി വേഷം കെട്ടിക്കൊണ്ടുവന്നയാണെന്നും ഒക്കെ പറഞ്ഞോണ്ടാ ഞാൻ തല്ലിയത്. സത്യ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കിയ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഞാൻ സഹിക്കോ അമ്മേ? ഇല്ല, സഹിക്കില്ല. അതുകൊണ്ടാ പപ്പി തല്ലിയത്. ആ മോളെ സാരില്ല. വാ, വിഷ്ണുച്ചൻ ചോദിക്കട്ടെ. ഈ ചീത്ത എന്നുള്ള വാക്കേ നമുക്ക് വേണ്ട. പിന്നെയുണ്ട് പപ്പിമോൾക്കൊരു സങ്കടം. അതെന്താ ഇനിയൊരു സങ്കടം? സത്യമ്മ ചേച്ചിയമ്മേ സത്യം ഒരുപാട് ചീത്ത പറഞ്ഞു. കരഞ്ഞോണ്ടാ സത്യം പോയത്. അതിനെനിക്ക് അവരോട് മാപ്പ് പറയണം വിഷ്ണു അച്ഛാ. ഇല്ലെങ്കിൽ പപ്പിമോൾക്ക് ഉറങ്ങാൻ പറ്റില്ല. അത്രയ്ക്ക് സങ്കടമുണ്ടോ? അതല്ലേ പറഞ്ഞത്. എന്താ നമുക്കതിനൊരു വഴി ഉണ്ടാക്കാം. ഉറപ്പ്? സ്കൂളിൽ എന്താ ഉണ്ടായത്?
സ്കൂളിൽ എന്താ ഉണ്ടായെന്നാ ഞാൻ ചോദിച്ചത്. അമ്മ എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്തിയപ്പോ തൃപ്തിയായല്ലോ നിനക്ക്? നീ എന്താ മിണ്ടാതെ നിൽക്കുന്നേ? മതി. കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ വഴക്കും ബഹളും ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ എന്ത് കുട്ടികള്? അങ്ങനെ അമ്മ ചിന്തിക്കും, പക്ഷെ മറ്റുള്ളവർ ചിന്തിക്കില്ലല്ലോ. സത്യം അവിടെ വന്ന് എന്തൊക്കെയാ പറഞ്ഞെന്നറിയാവോ? ആ, അത് പിന്നെ പറയാതിരിക്കോ? നിന്നെ എവിടെയൊക്കെ തരം താഴ്ത്തി സംസാരിക്കാൻ പറ്റുമോ അവിടെയെല്ലാം അവരത് ഭംഗിയായി ഉപയോഗിക്കും. അതിന് നീ കൊച്ചിന്റെ മേക്കിട്ട് കയറിയിട്ട് എന്താ കാര്യം? അമ്മേ, ഇവള് ഒറ്റ ഒരുത്തിക്കാരനാ ഞാൻ ഈ ചീത്ത മുഴുവൻ കേട്ടത്. ഇവള് മൂലം പപ്പി ചീത്തയാവുന്ന സത്യാമ്മയുടെ കണ്ടുപിടുത്തം. എല്ലാത്തിനും ഇവളെ പറഞ്ഞാ മതിയല്ലോ. നിങ്ങൾ രണ്ടുപേരും കൂടി എന്തിനാ കുട്ടി അടിച്ചത്? അവൻ വേണ്ടാത്ത വർത്താനം പറഞ്ഞിട്ടാ അമ്മേ പപ്പി തല്ലിയത്. തല്ലിയേ? ആ, അമ്മ പിന്നെ എന്താ കരുതിയേ? പണ്ടത്തെ പിച്ചിയും മാന്തിയും തോണ്ടിന്നൊക്കെ പറഞ്ഞിട്ടുള്ള വഴക്കല്ല ഇത്. കണ്ണിന്റെ മുകളിൽ നല്ല രീതിയിൽ ആ കുട്ടിയുടെ മുഖം ചുമന്ന് നടക്കുന്നത്. ഈശ്വര, മൂക്കിന്ന് ചോരയും. ഇവര് രണ്ടും കൂടെ നന്നായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് അല്ലേടി? ഞാനല്ലേ ഇടിച്ചത്, പപ്പിയാ. പപ്പിയാണെങ്കിലും നീ ആണെങ്കിലും വഴക്ക് കേട്ടത് ഞാനല്ലേ? ആ കുട്ടിയുടെ അച്ഛനാണെങ്കിൽ അമ്പിനും വില്ലിനും അടുക്കാത്ത ഒരാള്. അതിനിടയിൽ സത്യമ്മയുടെ കുറ്റപ്പെടുത്തൽ വേറെ. മോളെ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ആ കുട്ടിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അവന് നന്നായിട്ട് പറ്റണം. ചെയ്തത് പോരാന്നുള്ള അഭിപ്രായം എന്റേത്. ആ, കണ്ടോ, കേട്ടില്ല അവള് പറയുന്നത്? നീയൊക്കെ വളർന്നു വരുമ്പോ ആരാവും? ശാരദാമ്മേ, അവൻ എപ്പോഴും എന്നെ കരയിക്കും, എപ്പോഴും വഴക്കിനും വരും. അതുകൊണ്ടൊക്കെയാ പപ്പി അവനെ തല്ലിയത്. അങ്ങനെ അവൻ വഴക്കിന് വരുന്നെങ്കിൽ ടീച്ചറിനോട് പറയണം, ഇല്ലെങ്കിൽ HM-നോട് സംസാരിക്കണം. അല്ലാതെ നിങ്ങൾ തന്നെ കാര്യങ്ങൾ നേരിട്ട് ചെയ്യുമെന്ന് വെച്ചാ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ രക്ഷകർത്താക്കളെന്ന് പറഞ്ഞ് നിൽക്കുന്നേ? ഇനി ഞങ്ങൾ ഒന്നിനും ഇല്ല അമ്മേ. അവൻ ഇനി എന്ത് വിളിച്ചാലും എന്ത് പറഞ്ഞാലും മിണ്ടേയില്ല, ഞങ്ങൾ മറുപടി പറയേയില്ല. അല്ല, ഈ പറഞ്ഞു വിളിച്ചു എന്നൊക്കെ പറയുന്നത് ആ കുട്ടി എന്താ വിളിച്ചത്? അച്ഛനില്ലാത്തവളെന്നാ വിളിച്ചത്. അതിനല്ലേ പപ്പി കയറി ഇടിച്ചത്. സത്യം പറയമ്മ, എന്റെ അച്ഛൻ എവിടെയാ? എന്റെ അച്ഛൻ ആരാ അമ്മേ? എന്താ എന്റെ അച്ഛന്റെ ജോലി? എന്നെ കാണാൻ എന്റെ അച്ഛൻ എന്താ അമ്മ വരാത്തത്? അമ്മയ്ക്ക് എന്റെ അച്ഛനാരെന്ന് അറിയില്ല? അതിപ്പോ പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഞാൻ. ഞാനും പപ്പി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ രമേശ് എന്നെ അച്ഛനില്ലാത്തവളെന്നും അച്ഛനെ കാണാത്തവളെന്നും വിളിച്ചതുകൊണ്ടാ പപ്പി കയറി തല്ലിയത്. അച്ഛനാരാന്ന് അറിയായിരുന്നെങ്കിൽ എനിക്കവന്റെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലായിരുന്നോ? എന്തിനാ അമ്മ അച്ഛനില്ലാതെ എന്നെ വളർത്തി മറ്റുള്ളവരുടെ ചീത്ത കേൾപ്പിക്കുന്നേ? മോളെ, നിന്റെ മനസ്സിൽ ഇത്രയും സങ്കടം ഉണ്ടായിരുന്നെന്ന് അമ്മ അറിഞ്ഞില്ലല്ലോ. രണ്ടുപേരും കൂടി എന്നെയും കരയിക്കുമല്ലോ. ശാലിനി, സങ്കടമൊക്കെ നിർത്തിയിട്ട് കുഞ്ഞിനെ സമാധാനിപ്പിക്കേ. ഇവള് പറഞ്ഞതൊക്കെ അമ്മ കേട്ടില്ല. അച്ഛനില്ലാതെ ഇവള് വളർത്തി എന്തിനാ ചീത്ത കേൾപ്പിക്കുന്നെന്ന്. എന്റെ നിവൃത്തികേട് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കിതിനൊരു പരിഹാരം കാണാൻ പറ്റുന്നില്ല. അമ്മ എന്തിനാ അമ്മ കരയുന്നത്? ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് വിഷമമായോ? കരയണ്ടാട്ടോ.
ഇനി ഞാൻ അങ്ങനെയൊന്നും പറയില്ല. ഞാൻ കാരണ എന്റെ ചേച്ചിയമ്മയ്ക്ക് വഴക്ക് കിട്ടിയത്. ഞാൻ ആ കൊച്ചിനെ തല്ലിയോണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. സത്യ അങ്ങനെയൊക്കെ പറയുമ്പോ സത്യയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഞാൻ തല്ലിയതിൽ എന്താ തെറ്റ്? തെറ്റൊന്നുമില്ല. ചേച്ചിയമ്മയെ വഴക്ക് പറയാൻ സത്യമ്മ ഓരോ കാരണങ്ങൾ തേടി ഇരിക്കുകയായിരുന്നു. അപ്പോഴാ ഇത് വന്നത്. എന്തായാലും ചേച്ചിയമ്മയെ ഒരുപാട് വഴക്ക് പറഞ്ഞെന്ന് അച്ഛൻ പറഞ്ഞത്. അതിന് ചേച്ചിയമ്മയോട് മാപ്പ് ചോദിക്കുക തന്നെ വേണം. ഇപ്പൊ തന്നെ നേരിട്ട് കണ്ട് മാപ്പ് ചോദിച്ചിട്ട് വരാം. പഠിക്കുന്ന സമയമായോണ്ട് ഇപ്പൊ ആരും മുറിയിലേക്ക് തിരക്കി വരത്തുമില്ല.